ഒരു വീഡിയോ ഇടണമെന്ന് വിചാരിച്ചു. മഴയൊക്കെ എന്തൊരു മഴയല്ലേ, ഭയങ്കര തണുപ്പും ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പ്. പിന്നെന്താ, ഞാനിടുന്ന ലോങ് വീഡിയോസൊക്കെ വെറുതെ തട്ടിമാറ്റി കടന്നു പോകുമായിരുന്നിട്ടാരും ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് കയറി എന്താണ് പറയേണ്ടതെന്ന് വെറുതെ ഒന്ന് കേട്ട് പോകും കേട്ടോ, സമയമുള്ള നേരത്തൊക്കെ. പിന്നെന്താ പറയാനായിട്ട് എനിക്ക് എന്താ ഉള്ളത്, എൻ്റെ ചെറുപ്പകാലങ്ങൾ മാത്രം. അല്ലാതെ ഇപ്പോൾ അങ്ങനെ ജീവിതത്തിൽ പറയാൻ പറ്റാവുന്ന സംഭവങ്ങളൊന്നും ഇല്ല. ഇന്ന് ഞാനിങ്ങനെ വീഡിയോ ഇടുമ്പോൾ എന്താണ് നിങ്ങളോട് സംസാരിക്കേണ്ടതെന്ന് ഇങ്ങനെ ചിന്തിച്ചു കേട്ടോ. അപ്പോൾ ഞാനൊരു പഴത്തെക്കുറിച്ച് പറയാം. ഈ പഴം ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ആരുടെയെങ്കിലും വീട്ടു വളപ്പിൽ പറമ്പിൽ തോട്ടത്തിലൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കേട്ടോ. പഴത്തിൻ്റെ മരത്തിൻ്റെ പേര് വെട്ടിമരം. പഴം വെട്ടിപ്പഴം, വെട്ടിമരത്തിലുണ്ടാവുന്ന വെട്ടിപ്പഴം. അതെൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങൾ കുളിക്കാനായിട്ട് ഒരു ഓലിയിലാണ് പോണേ. ഏതാണ്ടൊരു 1.5 ആൾ താഴ്ച ഉണ്ടാവും ഓലിക്ക്. അയ്യോ എന്തൊരു മീനാണെന്നറിയാമോ ഓലിക്ക്. വേനൽക്കാലത്ത് വെള്ളം ഞങ്ങൾ കോരി വെടുപ്പാക്കും. അന്നേരം അതിൻ്റെ അകത്തുള്ള മുഴിയും വരാലും അയ്യോ കിടന്ന് പൊളയ്ക്കും ഓലിക്കുള്ളിൽ കിടന്നിട്ട്. അപ്പോൾ ആ ഓലി ഞങ്ങൾ കുളിക്കാൻ വരുമ്പോൾ അതിനെ തൊട്ട് ചേർന്നിട്ട് ഒരു കരിമൂത്ത് പറമ്പിക്കാരുടെ സ്ഥലമുണ്ട്. ചെറുപ്പത്തിലെ ഓർമ്മകളാട്ടോ. ഏതാണ്ട് ഒരു 16-17 വയസ്സായപ്പോൾ ഞാൻ അവിടെ നിന്ന് പോകുന്നു. പക്ഷേ മനസ്സിലെപ്പോഴും തങ്ങി നിൽക്കുന്ന കുറേ ഓർമ്മകൾ എന്നുള്ളത് ആ കാലഘട്ടത്തിലുള്ളതാണ്. അപ്പോൾ ഈ ഓലിയുടെ അടുത്താണ് ഈ വെട്ടിമരം നിൽക്കുന്നത്. വെട്ടിപ്പഴത്തിൻ്റെ സമയമായി കഴിഞ്ഞാൽ അതിൻ്റെ ചോട്ടിലെ വേര് തൊട്ട് ഓരോ ഇലകളുടെ ആ ചെറിയ ചെറിയ പൊടിക്കമ്പുകളിലൊക്കെ ഈ വെട്ടിപ്പഴം ഉണ്ടാവും. വെട്ടിപ്പഴം എന്ന് പറഞ്ഞാൽ ഏതാണ്ടൊരു ഈ ഏലക്കട അത്ര വലിപ്പമുണ്ടാവും. ഏതാണ്ട് ആ ഷേപ്പുമാണ് കായ്ക്ക്. എന്നിട്ട് അതിങ്ങനെ ഒരു കൊലയിൽ തന്നെ കുറേ എണ്ണമായിട്ടിങ്ങനെ വെട്ടിയിലിങ്ങനെ കായായി കഴിഞ്ഞാൽ നോക്കുമ്പം മരം കാണാനില്ല, മൊത്തം ഈ കായായിരിക്കും. അത് എന്നിട്ട് അങ്ങോട്ട് പഴുത്ത് കഴിയുമ്പോണ്ടല്ലോ തനിയെ അങ്ങോട്ട് അതിൻ്റെ പുറന്തോടെ അങ്ങോട്ട് പൊട്ടും. അപ്പോൾ അതിൻ്റെ ഉള്ളിലെ ആ പഴം ഉണ്ടല്ലോ നമുക്ക് കഴിക്കാൻ പറ്റാവുന്നത്, അതിങ്ങനെ കാണാൻ പറ്റും നമുക്ക്. എന്തൊരു അതിങ്ങനെ കുറേ പറിച്ച് കഴിക്കും. അമ്മ ചീത്ത പറയും, വയറിളക്കം വരും, അങ്ങനെ വരും, ഇങ്ങനെ വരും എന്ന് പറഞ്ഞാൽ ആര് കേൾക്കണു. അതൊക്കെ അള്ളിപ്പിടിച്ച് മരത്തേലൊക്കെ കയറി, മരത്തേക്കാരുടെ കാര്യമില്ല, എൻ്റെ ചോട്ടിൽ തന്നെ ഉണ്ടാവും വെട്ടിപ്പഴം. പിന്നെ ഒരു കാരയ്ക്ക, അങ്ങനെ എന്തെല്ലാം അല്ലേ ചെറിയ കാലങ്ങൾ. ഇടി വെട്ടിയാലും കാറ്റും ഉണ്ടായാലും ഒന്നും തോട്ടത്തിൽ നിന്നൊന്നും കയറില്ല. വിറക് നല്ല കാറ്റുള്ള സമയത്ത് വിറക് പെറുക്കാനായിട്ട് ഓടും. ചുറ്റിനും റബ്ബർ തോട്ടമാണല്ലോ. അപ്പോൾ വിറക് പെറുക്കാനായിട്ട് ഓടി 2 ഇങ്ങനെ ലൈനായിട്ടാണല്ലോ റബ്ബർ. അതിൻ്റെ ഓരോ ലൈനും ഓരോരുത്തർ പിടിക്കും. ഞങ്ങളുടെ കൂട്ടുകാർ, ഞാനുണ്ട്, അമ്പിയുണ്ട്, പിന്നെ ഞങ്ങളുടെ കുറേ കൂട്ടുകാരുണ്ടാവും. അവരൊക്കെ ഇങ്ങനെ കൂടിയിട്ട് ഈ ഓരോ ലൈൻ പിടിച്ചിട്ടാണ്. അപ്പോൾ വലിയ കമ്പുകളൊക്കെ ഉണ്ടാവും, ചെറിയ അങ്ങനെ കുഴപ്പമില്ല, ഇഷ്ടം പോലെ വിറകുണ്ടാവും. അങ്ങനെ അതൊക്കെ മൊത്തം മഴ നനഞ്ഞിട്ടാണ്. ഇന്ന് ആരെങ്കിലും മഴ നനയാനായിട്ട് ഇറങ്ങിപ്പോവുക പിള്ളേർ? എല്ലാവർക്കും മൊബൈൽ ഫോൺ മാത്രം മതി. അന്ന് അതാണ് ഓർമ്മയിൽ നിൽക്കുന്ന കുറേ. ഇന്നത്തെ പിള്ളേർക്ക് എന്താ ഓർമ്മിക്കാനായിട്ടുണ്ടാവുന്നത്? ഒന്നും ഉണ്ടാവില്ല. മൊബൈലിൽ ഇങ്ങനെ കുറേ ഗെയിം കളിക്കുക, കുറേ എന്തെങ്കിലുമൊക്കെ കാണുക, കേൾക്കുക. അതൊക്കെ നാളത്തേക്കുള്ള ഓർമ്മകളല്ല. അതൊന്നും സൂക്ഷിച്ച് വെക്കേണ്ട ഓർമ്മകളും അല്ല. പിന്നെ ഞങ്ങൾ ചെറുപ്പത്തിലെ കുറുമ്പുകൾ, ഒരു തോട്ടത്തിൽ ഒരു വലിയ പാറ, ആ പാറയിൽ തോട്ടത്തിൽ കൂടെ തെങ്ങൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ കുറേ നേരമായിട്ട് തോട്ടത്തിൽ കയറി ഇങ്ങനെ വിറകൊക്കെ പറക്കി, നല്ല വിശപ്പുണ്ടാവും. അന്നേരം ഈ തെങ്ങിൻ്റെ ഉള്ളിലൊക്കെ തേങ്ങ ഉണ്ടാവും. ആ തേങ്ങ പറക്കി ഒരു തേങ്ങ വയ്ക്കാൻ പാകത്തിനൊരു കുഴിയുണ്ട്, അതിൽ കൊണ്ട് വെച്ചിട്ട്, അന്ന് ചെറുപ്പത്തെ കാര്യമായി പറയണത്,
അതിൽ കൊണ്ടുവച്ചിട്ട് ഓരോരുത്തർ ഓരോ കല്ലെടുത്തിട്ട് തേങ്ങയുടെ മുകളിലേക്ക് എറിഞ്ഞിട്ട് ഓടും. കുറേ കഴിയുമ്പോഴത്തേക്കും പൊട്ടും കേട്ടോ. എന്നിട്ട് അതെല്ലാവരും അവിടെ കൂടി അവിടെ നിന്ന് ചിരട്ടയിൽ നിന്ന് കടിച്ച് പറിച്ചെടുത്തിട്ട് ഒക്കെ തിന്നും. വെള്ളമൊന്നുമില്ല കുടിക്കാനായിട്ട്. അങ്ങനെ അയ്യോടാ, പലപ്പോഴും തോന്നും ആ കാലത്തേക്കൊന്ന് തിരിച്ചു പോകണം. എല്ലാവർക്കും ഉണ്ടാവില്ല ഇങ്ങനത്തെ ഓരോരോ, അതായത് എൻ്റെ ഏജിൽപ്പെട്ട ആൾക്കാർക്കായിരിക്കും കൂടുതലും, അതിന് പിന്നിലേക്കും പോകുന്ന ആൾക്കാർക്ക്. പുതിയ തലമുറകൾക്ക് അങ്ങനെ അധികമൊന്നും പറയാനുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. തോട്ടിൽ പോയിട്ടുള്ള കുളി എത്രയോ തവണ ഞാൻ വെള്ളത്തിൽ പോയിട്ടുണ്ടെന്നറിയോ. ഒരു തവണ ഞാൻ അമ്മയും കൂടി വെള്ളത്തിൽ കുളിക്കാൻ പോയി. തോട്ടിൽ കുളിക്കാൻ പോയിട്ട് അവളിങ്ങനെ നിന്ന് അലക്കുക. ഞാൻ തുണി അലക്കൊന്നുമില്ല, തുണി അലക്കും കാര്യങ്ങളൊക്കെ അവൾക്കാണ്. അങ്ങനെ അവൾ അലക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ വെള്ളത്തിലേക്ക് ചെരിഞ്ഞ പാറയാണ്. അപ്പോൾ ആ പാറയിലേക്ക് ഇങ്ങനെ മണൽത്തരികൾ വന്നിങ്ങനെ മുട്ടി നിന്നിട്ട് വെള്ളമൊക്കെ കാണാം. മീനുകളൊക്കെ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. വെള്ളം അതിൻ്റെ അടിഭാഗം നമുക്ക് കാണാം, മണൽ കാണാം. ഞാൻ ഈ പാറയിൽ കൂടി പതുക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങി ഈ മണലിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ കാൽ ചോട്ടിൽ നിന്ന് മണൽ ഇങ്ങനെ മാറുക. നമുക്ക് കാൽ പാദം ഉറയ്ക്കുന്നില്ല. ഞാൻ ശരിക്കും തോടിൻ്റെ നടുഭാഗത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഏതാണ്ട് നെഞ്ചിൻ്റെ അവിടെ വരെ വെള്ളം എത്തിയപ്പോൾ എനിക്ക് മിണ്ടാൻ പറ്റണില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോഴത്തേക്കും കണ്ണൊക്കെ വീഴ്ചു, കൈയൊക്കെ ഇങ്ങനെ ചേച്ചി കണ്ടു. അവൾക്ക് നീന്തലറിയാം. അവൾ ഓടി വരില്ല, നീന്തി വന്നിട്ട് എന്നെ പിടിച്ച് കരയിൽ കയറ്റി. പിന്നെ ഈ പെരുവെള്ളമുള്ള സമയത്തൊക്കെ ഞാൻ മൂത്താങ്ങളെയൊക്കെ കൂടിയിട്ട് കുളിക്കാൻ പോകുമ്പോഴേ ഒരു ചേച്ചി താഴെ നിന്നിട്ട് അലക്കണ്ട്. പാറ നിരന്ന പാറ, അതിൻ്റെ സൈഡ് ഇങ്ങനെ ശരിക്കും പാറക്കുഴി എന്നാണ് ആ തോട്ട്, ആ കുളിക്കടവിൽ പറയുന്നത് പാറക്കുഴി. അപ്പം അവിടെ ഇങ്ങനെ തമ്മരടിച്ച ഒരു ചെറിയ ഹോളുണ്ട്. ആ ഹോളിൽ ഇങ്ങനെ കൈയിട്ടിട്ട് അതിൻ്റെ താഴെ ഒരു ചെറിയ കാൽപാദം വയ്ക്കാൻ പാകുന്ന മാത്രം ഒരു സ്റ്റെപ്പിൽ നിന്നിട്ടാണ് എൻ്റെ വികൃതികൾ. 2 തവണ കൈവിട്ട് പോയി. കലക്ക വെള്ളമാണ്, ഒഴുകി പോണ വെള്ളം. അന്ന് കലങ്ങിയ വെള്ളത്തിലൊക്കെ കുളിക്കുമായിരുന്നു. അങ്ങനെ ഞാനിങ്ങനെ മുങ്ങി താഴുമ്പോൾ ആങ്ങളെ ചാടി വന്നിട്ട് മുടിയിൽ പിടിച്ച് ഒരൊറ്റ തവണ ഉണ്ടായത് 2 സംഭവം. ഒരു നേരം കുളിക്കാൻ പോയപ്പോൾ 2 സംഭവം, ഇങ്ങനെ 2 തവണ പോയി. അപ്പോൾ ആ ചേച്ചി പറയാം, നല്ല അടിയുടെ കുറവാണ്, പെണ്ണിൻ്റെ നല്ല അടി കൊടുക്കുമെന്ന് പറയും. ആ ചേച്ചീനെ ആ സമയത്തുണ്ടല്ലോ തിരുമ്മി കൊള്ളയാനുള്ള കാര്യം വന്നെനിക്ക്. ഇന്നും ഞാനതൊക്കെ ഇങ്ങനെ ഓർക്കണം. പെരുത്ത വെള്ളം മഴ പെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ തോടിൻ്റെ അവിടെ നിന്ന് ഞങ്ങളുടെ വീടിൻ്റെ അവിടേക്ക് പാടത്തേക്ക് ഇങ്ങനെ വെള്ളം വരും. വെള്ളം അങ്ങനെ നിൽക്കും. പിന്നെ 2-3 ദിവസം കഴിയും വെള്ളം ഇറങ്ങി പോകാനായിട്ട്. അങ്ങനെയൊക്കെ ഒരു കാലം പറയാൻ പറ്റില്ല. ആ കാലത്തിൻ്റെ ഓർമ്മകളുടെ ഒരു സുഖം. അപ്പോൾ നമുക്ക് നാളെ കാണാം. ഉറങ്ങാനുള്ള പരിപാടി നോക്കട്ടെ. എൻ്റെ വീഡിയോ കാണണം കേട്ടോ എല്ലാവരും. ഒന്ന് സപ്പോർട്ട് ചെയ്യുക ചെയ്യണേ.